നമ്മളിനി സെക്രട്ടേറിയറ്റിന് മുൻവശത്തേക്കാണ്. ലിഡിയ ജേക്കബ് അവിടെയുണ്ട്. ലിഡിയ, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ? അനന്തപുരി അക്ഷരാർത്ഥത്തിൽ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഞാനുള്ളത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. വലിയ സമര പോരാട്ടങ്ങൾ നടക്കുന്ന, ദിനംപ്രതി നടക്കുന്ന ഒരു ഇടമാണ്. പക്ഷെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പൊങ്കാല അടുപ്പുകളാണ്. അതിങ്ങനെ നിരന്നു കഴിഞ്ഞു. സെക്രട്ടേറിയറ്റിന് ചുറ്റും ഈ പൊങ്കാല അടുപ്പുകൾ ഇങ്ങനെ നിരന്നു കഴിഞ്ഞു. ഈ അമ്മമാരും ചേച്ചിമാരും ഒക്കെ രാവിലെ തന്നെ എത്തി ഈ അടുപ്പുകളൊക്കെ കൂട്ടി ഈ പൊങ്കാല നിവേദിക്കാനുള്ള ഏറ്റവും അവസാനവട്ട ഒരുക്കത്തിലാണ്. ഒരുപാട് പേരുണ്ട്. വളരെ പുലർച്ചെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി അടുപ്പുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഈ വഴി മുഴുവനും ഇത്തരത്തിൽ അടുപ്പുകൾ ഇങ്ങനെ നിരന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകരാനുള്ള ഒരു കാത്തിരിപ്പിലേക്കാണ്. ബാക്കി ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് അമ്മമാരും ചേച്ചിമാരും ഒക്കെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ അനന്തപുരിയിലേക്ക് എത്തുന്നു, അമ്മയുടെ അനുഗ്രഹത്തിനായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ വർഷം ചെല്ലുന്തോറും ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഈ കുറച്ച് അമ്മമാരൊക്കെ ഏറ്റവും അവസാനമായിട്ട് ഒരുക്കത്തിലാണ്. ചേച്ചി, എവിടം വരെയായി ഒരുക്കങ്ങളെല്ലാം? പിന്നെ വയനയപ്പത്തിനും എല്ലാം റെഡിയാക്കി വെച്ച്, മണ്ടപ്പൂറ്റിനെ റെഡിയാക്കി വെച്ച് എല്ലാം വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ടൊന്ന് പോകണം. അപ്പോൾ 10:30 ആകുമ്പോഴത്തേക്ക് കത്തിക്കണമല്ലോ. അപ്പോൾ അതിന് മുമ്പെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയാൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇന്നലെ അമ്പലത്തിൽ പോയിട്ട് ദേവീനെ കണ്ടില്ലേ? പിന്നെ എന്താ, നമ്മൾ ഇന്നും പോകണമെന്ന് പറഞ്ഞിരിക്കണേ. പിന്നെ തിരക്ക് കൂടുതലാണെങ്കിൽ പോകാനും പറ്റില്ല. അടുത്ത ദേവിയെ കണ്ടു തൊഴുന്നിട്ട് വരെയുള്ളൂ. എന്തൊക്കെ പ്രാവശ്യം നേദിക്കുന്നേ? ഇന്ന് പായസം, വെള്ളപ്പൊങ്കാല, മണ്ടപ്പൂറ്റ്, വയനയപ്പം എല്ലാം 4 ഐറ്റം ഉണ്ട്. എത്ര കൊല്ലമായിട്ട് വരുന്നേ? ഞാനൊരു 4-5 കൊല്ലമായിട്ട് വരെയാണ്. എല്ലാ പ്രാവശ്യവും ഈ ഒരു ഭാഗത്ത് തന്നെയാണോ? സാധാരണഗതിയിൽ എല്ലാവരും അമ്മയുടെ അടുത്തോട്ട് പോകണം എന്നാണ്. അമ്മയുടെ അടുത്തോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ തിരക്ക് കാരണം പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ചേച്ചി, എവിടം വരെയായി ഒരുക്കങ്ങളൊക്കെ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വയനയപ്പം ഉണ്ടാക്കി, മണ്ടപ്പുറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പൊങ്കാലയ്ക്ക് എല്ലാം ഏറ്റവും അവസാനവട്ട ഒരുക്കത്തിലാണ്. എല്ലാ ഒരുക്കത്തിലും. എപ്പോ എത്തി ചേച്ചി? ഞങ്ങൾ വെളുപ്പിലെത്തി. എവിടുന്നാ വരുന്നേ? ഞങ്ങൾ നെടുമങ്ങാട്. വെളുപ്പിനെ എത്തി ഇതൊക്കെ ഒരുക്കി കാത്തിരിക്കുകയാണ്. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷവും വരാറുള്ള ആളുകളുണ്ട്, ആദ്യമായി വരുന്ന ആളുകളുണ്ട്. എല്ലാ വർഷവും വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് എല്ലാ വർഷവും അതൊരു ഒരു വൈകാരിക ഒരു കാര്യം കൂടിയാണ്. ഓരോ വർഷം ചെല്ലും തോറും ഇതിങ്ങനെ ഭക്തി ഇങ്ങനെ കൂടി വരികയാണ്. അതുപോലെ തന്നെ അമ്മയെ കാണാനുള്ള ആഗ്രഹം ഇങ്ങനെ കൂടി വരികയാണെന്നുള്ളതാണ്. ഓരോ പ്രാവശ്യം ഇവിടെ നിന്ന് പൊങ്കാല അർപ്പിച്ച് പോകുമ്പോഴും ആളുകൾ പറയുന്നത് ഇനിയും അടുത്ത കൊല്ലം വരണമെന്നുള്ളതാണ്. ആ ഒരു കാത്തിരിപ്പിലേക്കാണ് പോകുന്നത്. ഒരു വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ്, മാസങ്ങളോളം നീണ്ട ഒരുക്കങ്ങൾക്ക് ശേഷമാണ് അവരിങ്ങനെ പൊങ്കാല അർപ്പിക്കാനായി എത്തുന്നത് എന്നുകൂടിയാണ്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ എത്തി ഈ വഴികളൊക്കെ ബുക്ക് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ അടുപ്പുകളൊക്കെ കൊണ്ടുവയ്ക്കും. അത്തരത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കും. വിവിധങ്ങളായിട്ടുള്ള നാടുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അനന്തപുരിയിൽ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഗതാഗത സംവിധാനങ്ങളും ഒപ്പം ഈ ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും അടക്കം എത്തിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ്. ഇന്നലെയൊക്കെ ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഈ ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ കണ്ടു, ജില്ലാ ഭരണകൂടത്തെ കണ്ടു. അത്തരത്തിൽ വലിയ സുരക്ഷാ സജ്ജീകരണങ്ങൾ, സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ചേച്ചി, എവിടം വരെയായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു മക്കളെ? കഴിയാനായോ? ഇപ്പൊ ഇനിയിപ്പോ വലിയ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അല്ലേ? കുറച്ച് സമയം. എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്? തെരളി, മണ്ടപ്പുറ്റ്, പായസം. എവിടുന്നാ വരുന്നത്? മുണ്ടല്ല. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരും. എല്ലാ വർഷവും കാണണം, അനുഗ്രഹം വാങ്ങി പോകണം അല്ലേ? എല്ലാ വർഷവും വലിയ വിശ്വാസമാണ് അമ്മ. വിശ്വാസമാണ് അമ്മ. അങ്ങനെയാണ് ഇവിടെ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് അമ്മയുടെ വലിയ ഭക്തർ തന്നെയാണ്. പ്രത്യേകിച്ച് ഉദ്ദിഷ്ട കാര്യത്തിന് അമ്മയോട് പ്രാർത്ഥിച്ചാൽ അത് കൃത്യമായിട്ടുള്ള സാധിക്കുമെന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ നിരവധി ആളുകൾ ഈ ഒരു കാര്യസാധ്യത്തിനായി വരുന്നു. ഒരു തവണ ഈ തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ സഫലമായ ആളുകൾ അമ്മയ്ക്ക് നന്ദി അർപ്പിക്കാനായി വരുന്നു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളാണ് അമ്മയുടെ മുമ്പിൽ ഓരോ തവണയും ഈ ഭക്തർ വെക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള അമ്മയാണ് എന്നുള്ളതാണ് വലിയ
വിശ്വാസമാണ്. അത് തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല, ഇത് അങ്ങ് വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരത്ത് വരെ ഇവിടെ വരെ ആളുകൾ അമ്മയുടെ ഭക്തരാണ്. അത് ആ വിശ്വാസം കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എല്ലാ വർഷവും മുടങ്ങാതെ ആളുകൾ എത്തുന്നു. ഓരോ വർഷം കൂടുന്തോറും ഇത് ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 40 ലക്ഷത്തിലധികം ആളുകളെയാണ് ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇന്നലെയൊക്കെ വലിയ തിരക്ക്, പ്രത്യേകിച്ച് അമ്പലത്തിന്റെ ആറ്റുകാൽ അമ്പലത്തിന്റെ ഭാഗത്താണെങ്കിലും മറ്റ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണെങ്കിലും വലിയ തിരക്ക്. അനന്തപുരി ഉറങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് രാത്രി മുഴുവനും നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ ഒരു പൊങ്കാല മഹോത്സവം വലിയ ആഘോഷമാക്കുകയാണ് തിരുവനന്തപുരത്തുകാർ. അവരോടൊപ്പം ചേർന്ന് മറ്റുള്ള ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകൾ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരുന്ന ആളുകളൊക്കെ ഈ അക്ഷരാർത്ഥത്തിൽ ഈ ആഘോഷം ഒരു വലിയ ഉത്സവമായി കൊണ്ടാടുകയാണ് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഓണത്തെക്കാളും വിഷുവിനേക്കാളും ഒക്കെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പൊങ്കാല മഹോത്സവം തന്നെയാണ്. അവർ അതിനേക്കാളൊക്കെ വലിയ രീതിയിൽ കൊണ്ടാടുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു സംസ്കാരത്തിന്റെ വലിയ ഐതിഹ്യത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ പൊങ്കാല എന്ന് പറയുന്നത്. വലിയ കണ്ണീർ ചരിതം മുതൽ വലിയ ഐതിഹ്യങ്ങൾ ഇതിന് പറയാനുണ്ട്. അത്തരത്തിലുള്ള ഐതിഹ്യങ്ങളൊക്കെ മനസ്സിൽ ധ്യാനിച്ച്, അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഈ ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനവട്ട ഒരുക്കങ്ങളിലാണ് എന്ന് വേണം പറയാൻ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ പ്രതിഷേധ പൊങ്കാലയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. കഴിഞ്ഞ വർഷം ആശമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊങ്കാലയും കാര്യങ്ങളും ഒക്കെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്കെ ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ വാർത്തയായതുകൂടിയാണ്. പക്ഷേ ഇപ്രാവശ്യം അത്തരത്തിലുള്ള വലിയ പ്രതിഷേധ പൊങ്കാലകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുകൂടിയാണ് മനസ്സിലാകുന്നത്. എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സ്ത്രീകളുടെ ഒരു വലിയ നിരയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്കായി എത്തിയിരുന്നത്. അവരിങ്ങനെ ഒരുമയോടെ ഭക്തിയോടുകൂടെ പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.